ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സമ്പത്ത് നേടിയെടുക്കാൻ ഉപബോധ മനസ്സിനെ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ്. ധനികനാവുക എന്നത് നമ്മളുടെ എല്ലാം ആഗ്രഹമാണല്ലേ. സമൃദ്ധമായ ഒരു ജീവിതം നയിക്കാനും സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും നല്ല വ്യക്തിത്വത്തോടുമായി കഴിയാനാണ് നിങ്ങളിവിടെ ഉള്ളത്, ശരിയല്ലേ? അതുകൊണ്ട് പൂർണ്ണ സന്തോഷത്തോടും സമ്പന്നതയോടും ജീവിക്കാൻ ആവശ്യമായ പണം നിങ്ങൾക്ക് വേണം, അല്ലേ? അതിന് നിങ്ങൾക്ക് ചുറ്റും ഐശ്വര്യവും സൗന്ദര്യവും ഉണ്ടാവണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ കൂടെ ഉള്ളവരിൽ പലരും പരസ്യമായി അല്ലെങ്കിൽ നിശബ്ദമായി പണത്തെ കുറ്റപ്പെടുത്തുന്നവരാണ്, ശരിയല്ലേ? ഞാനും ഒരുപാട് തവണ അങ്ങനെ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് പലരും അവർ പണത്തെ നാണം കെട്ട് സമ്പാദിച്ചു കൂട്ടുന്നതായി പറയുന്നു. അവർ അതേപോലെ തന്നെ കുട്ടികളെയും അങ്ങനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നു. പണം പാപമാണ്. ബോധ മനസ്സുകൊണ്ട് പണത്തെ ഈ രീതിയിൽ കാണുമ്പോൾ അവർ ദാരിദ്ര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് കുട്ടിക്കാലത്ത് തന്നെയാണ് അത് നമ്മുടെ മനസ്സിൽ കയറിപ്പറ്റുന്നത്. ജീവിതത്തിൻ്റെ തത്വമനുസരിച്ച് ഏറ്റവും പ്രബലമായ ആശയം വളർച്ചയാണ്. ജീവിതം സമൃദ്ധമാക്കുക. നിങ്ങളൊരു കുടിലിൽ കഴിയാനും കീറിപ്പറിഞ്ഞ് തുണി ധരിക്കാനും വിശന്ന് ജീവിക്കാനുമുള്ള വ്യക്തിയല്ല, ആണോ? അല്ല. നിങ്ങൾ സന്തോഷവാനും വിജയിയും അഭിവൃദ്ധിപ്പെടുന്നവനും ആയി മാറണം. അതിനെല്ലാം പണം നമുക്ക് ആവശ്യമാണ്. ഒരിക്കലും നമ്മൾ പണത്തെ വിമർശിക്കരുത്. ധനത്തെക്കുറിച്ചുള്ള വിചിത്രവും അന്ധവിശ്വാസപൂർണവുമായ വിശ്വാസങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. പണത്തിനെ പാപമായോ വൃത്തികെട്ടതായോ ഒരിക്കലും കാണരുത്. നിങ്ങൾ അങ്ങനെ കാണുന്നുവെങ്കിൽ പണത്തിന് ചിറകു വയ്ക്കുകയും നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും. നിങ്ങൾ നിന്ദിക്കുന്നതിനെയാണോ അത് നിങ്ങൾക്ക് നഷ്ടമാകുന്നതെന്ന് ഓർമ്മ വേണം. നിങ്ങൾ എന്തിനെ വിമർശിക്കുന്നുവോ അതിനെ ആകർഷിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ പണത്തിനെ നമ്മൾ ഒരിക്കലും വിമർശിക്കരുത്. നമ്മൾ ഓരോ പ്രാവശ്യവും പണം ചെലവാക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ചെയ്യാൻ. പണം ചെലവാക്കുമ്പോൾ, അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴോ മറ്റുള്ളവർക്ക് കാശ് കൊടുക്കുമ്പോഴോ ഏതെങ്കിലും ബില്ല് സെറ്റിൽ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം എന്താ? അനേക മടങ്ങ് ഇരട്ടിയായി എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത്. ഇത് നല്ലതാണ്, വളരെ നല്ലതാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കണം. എപ്പോഴും ധനസമ്പാദനം മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ചിന്തിക്കരുത്. ധനവും സന്തോഷവും സമാധാനവും എല്ലാം ആഗ്രഹിക്കണം. അതേപോലെ തന്നെ എല്ലാവരോടും സ്നേഹവും നന്മയും പ്രകടിപ്പിക്കണം. അപ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മേഖലകളിലും വേണ്ടിയിട്ടുള്ള പണം മടക്കിത്തരും. വൃത്തികെട്ട പണമെന്ന് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. ഞാൻ പണത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയരുത്. നിങ്ങൾ ആരെ അല്ലെങ്കിൽ എന്തിനെ കുറ്റം പറയുന്നുവോ അത് നിങ്ങൾക്ക് നഷ്ടമാകും. കൂടെ നമ്മുടെ ലൈഫിൽ ഞാൻ പണത്തെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അതിനെ സൃഷ്ടിപരമായും ബുദ്ധിപരമായും നീതിപൂർവമായും ഉപയോഗിക്കും, ഞാൻ പണം സന്തോഷത്തോടെയാണ് ചിലവഴിക്കുന്നത്, അത് 1000 ഇരട്ടിയായി എന്നിലേക്ക് വരുന്നു എന്നും നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയണം. ഒരു രൂപ പോലും ചിലവാക്കാതെ അല്ലെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാനേ പാടില്ല.
നിങ്ങൾ കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കും ആദർശങ്ങളിലേക്കും പ്രവർത്തന മേഖലകളിലേക്കും ശ്രദ്ധ കൊടുക്കുമ്പോഴേ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഉപബോധ മനസ്സിൽ സമ്പത്തിൻ്റെ ആശയത്തെ നിറയ്ക്കുന്നതിലൂടെ മാത്രമേ സമ്പത്തിൻ്റെ താക്കോൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.